അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റു സംഘടനാ സാരഥികളെ, സുഹൃത്തുക്കളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ പ്രോഗ്രാം അടുത്തു നിന്നും അകലെ നിന്നുമെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസിൽ പങ്കുചേരുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്ത ഒരു പോസ്റ്റർ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മെയ് 12-ാം തീയതി പെരിന്തൽമണ്ണ പട്ടണത്തിൽ വെച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഐതിഹാസികമായ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചാരണാർത്ഥം നടക്കുന്ന ഒരു ക്യാമ്പസ് സമ്മേളനമാണ്. അതിൻ്റെ പോസ്റ്ററാണ് ഇവിടെ നമ്മൾ പ്രസിദ്ധീകരിച്ചത്. എനിക്കിത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളോടും പ്രത്യേകം ഉണർത്താനുള്ളത്, ആ സമ്മേളനം എന്തുകൊണ്ടും ഫലപ്രദമായി മാറ്റി തീർക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിൻ്റെ ഓരോ ചലനങ്ങളോടൊപ്പവും നമ്മളെല്ലാവരും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, പെരിന്തൽമണ്ണ പരിപാടി വിജയിക്കുക എന്നതിലപ്പുറം നമ്മുടെ വീടുകളിലെ നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ, നേരത്തെ താജുദ്ദീൻ സ്വലാഹി ഇവിടെ പറഞ്ഞു പോയ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ ഈ വിശ്വാസത്തിനും ആദർശത്തിനും വളരണമെങ്കിൽ ബോധപൂർവമായ ഇടപെടലുകൾ അനിവാര്യമാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുന്ന സമ്മേളനം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ തീരുമാനിക്കുക, അന്നത്തെ ദിവസം ഇനി പ്രത്യേകിച്ച് പ്രോഗ്രാമുകൾ വീടുകളിൽ നിന്ന് ഒന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അന്നൊരു കല്യാണം വെച്ചാൽ മതി. ആ കല്യാണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല സ്വീപ്പാകുക, ആ പ്രദേശത്തുള്ള ഒരുപാട് ആൾക്കാർ സ്വീപ്പാകും. അപ്പോൾ അന്ന് കല്യാണവും സൽക്കാരവും പരിപാടിയൊന്നും ഇല്ലാതിരിക്കാനൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഡേറ്റ് എല്ലാവരും ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് ഏറ്റവും ഹൈറായ രീതിയിൽ നമുക്ക് വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 12, 13 തീയതികളിലാണ് നമ്മുടെ ജാമിയ അൽ ഹിന്ദിൻ്റെ വാർഷിക സമ്മേളനം പാണക്കാട് ലേഡീസ് ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ്. ആ ക്യാമ്പസ് വന്നതിന് ശേഷം വേണ്ടതുപോലെ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഇരിക്കുന്ന പലരും അത് യൂട്യൂബിലും അതുപോലെ തന്നെ പോസ്റ്ററിലും പരസ്യത്തിലുമൊക്കെ ആയിരിക്കും നമ്മളെ കോളേജ് കണ്ടിട്ടുണ്ടാവുക. നേരിട്ട് കണ്ടവർ കുറവാണ്. അതിനാരും കുറ്റം പറയുന്നില്ല. കാരണം അതിനെല്ലാവർക്കും അങ്ങോട്ട് വരാനുള്ള ഒരു അവസരം നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ കുട്ടികൾ, രക്ഷിതാക്കൾ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുള്ളവർ, കാണാൻ കൊതിയുള്ളവർ, അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും നമ്മുടെ ക്യാമ്പസ് കാണാനും അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു അവസരം തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം, ശനിയാഴ്ച അത് അവിടെ ക്ഷണിക്കപ്പെട്ടവർക്കും മറ്റുള്ള പ്രോഗ്രാമുകളാണ്. തിങ്കളാഴ്ച ദിവസം 4 മണിക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തണം എന്ന് അറിയിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദപ്പെട്ട വ്യക്തികളിൽ ഒരാൾ എന്ന നിലക്ക് ഇതൊരു ഔദ്യോഗികമായൊരു ക്ഷണമായി നിങ്ങൾ സ്വീകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങളുടെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. വളരെ മാതൃകാപരമായ രീതിയിൽ തന്നെ ഈ ഒരു മണ്ഡല സമ്മേളനം സംഘടിപ്പിക്കാൻ നമ്മുടെ സംഘാടകർക്ക് അൽഹംദുലില്ലാഹ് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് എവിടെയാണ് പരിപാടി എന്നൊരു ആശയക്കുഴപ്പം. ആദ്യം വിചാരിച്ചു അവിടെ കുറേ ആളുകൾ ആ ഗ്രൗണ്ടിൽ വലിയൊരു സ്ക്രീനിട്ടിട്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അതാണെന്ന് വിചാരിച്ചു. പിന്നെ അതല്ല,
അപ്പോൾ പിന്നെ കുറച്ചിങ്ങോട്ട് നടന്നു വന്നപ്പോൾ പിന്നെ ഇവിടെ തൊട്ട് മുമ്പിൽ ഒരു സ്ക്രീനിട്ട് അവിടെയും കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയല്ല, പിന്നെ എങ്ങനെ വന്ന് പിന്നെ ഇതിലെങ്ങോട്ടാണ് വന്നത്, അതിലെ വന്ന് നോക്കുമ്പോൾ അവിടെ കുറേ കുട്ടികളെ പ്രോഗ്രാം എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഇവിടെയാണ് ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വേദി എന്ന് മനസ്സിലായത്. പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ ഒരു ഓഡിറ്റോറിയവും പരിസരവും നിറഞ്ഞ് കവിയുന്ന രീതിയിൽ കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളും വിദ്യാർത്ഥികളും ഉമ്മമാരും സഹോദരികളും അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന എല്ലാവരും ഒരു കുടുംബ സമ്മേളനമായി കൊണ്ട് തന്നെ ഈ മണ്ഡലം സമ്മേളനത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞു. ഇനി ആർക്കും വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ട ബേജാറും വേണ്ട. ഭക്ഷണം ഇവിടെ റെഡിയാണ്. ഭക്ഷണം നല്ല ഭക്ഷണമാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും വീട്ടിലേക്ക് പോകാൻ നിൽക്കണ്ട. നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയതാണ്. എനിക്ക് പെട്ടെന്ന് പോകാമല്ലോ കഴിഞ്ഞാൽ. അപ്പോൾ അൽഹംദുലില്ലാ, അത് സന്തോഷമുള്ള കാര്യമാണ്. ഇത് നമ്മളെല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ സമ്മേളനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ നേരത്തെ താജു സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആരിസ് മൗലവിയുടെ കാര്യം പ്രത്യേകം ഉണ്ടാകണം. നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഒരുപാട് ഇസ്ലാമികമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഈ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളത്. ഓരോരുത്തരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തം, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിയില്ല. അത്രമേൽ ഭാരം നമ്മുടെ പ്രവർത്തകന്മാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രസിഡൻ്റാണ് പി എൻ എത്തേണ്ട ഒരു സ്ഥലത്ത് PNN എത്തേണ്ടി വരും. പറപ്പൂർ മൗലവി എത്തേണ്ടടുത്ത് പറപ്പൂർ മൗലവിന് എത്തണം. അതുപോലെ ആരിസ് മൗലവി രാവിലെ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പീസ് റേഡിയോയുടെ ഒരുപാട് ഭാഗങ്ങൾ രാവിലെ, ഏറ്റവും അതിരാവിലെ പുലരിവട്ടം എന്ന പ്രോഗ്രാം സ്ഥിരമായി കേൾക്കുന്നവർക്കറിയാം. ആ സമയമുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ എത്തും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖുതുബ കാര്യങ്ങൾ ഒക്കെ, അതൊക്കെ മറ്റുള്ള ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടാണ്. എത്ര ഷെയർ ചെയ്യാതാലും അതുപോലെ ആക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അദ്ദേഹം എത്രയും വേഗം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലികളിലേക്കും ദീനി പ്രബോധന മേഖലയിലേക്കും ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് അല്ലാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അദ്ദേഹം സമ്പൂർണമായ ഒരു ചികിത്സയിൽ തന്നെയാണ്. നമുക്ക് സന്ദർശകരെയൊക്കെ വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പോയി കാണുക എന്നതല്ല പ്രധാനം, അഭാവത്തിലുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മനസ്സിലെടുത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തഹജ്ജുദിൻ്റെ സമയങ്ങളിലൊക്കെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അത് റിക്കവർ ചെയ്യാനും വേദന കുറയാനും ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ ശമനം നൽകുമാറാകട്ടെ. എത്രയും വേഗം ഈ പ്രബോധന രംഗത്തേക്ക് തിരിച്ചു വന്ന് നേരത്തെ പോലെ ഇതിന് നേതൃത്വം കൊടുക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഇവിടെ സമകാലിക ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വവും ഒക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം. അതിൽ സമകാലിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു പുതുവർഷം പിറന്ന ഒരു സമയത്ത് കൂടിയാണ്, 2025 നമ്മളുള്ളത്. അപ്പോൾ ഈ 2024 അതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സമയവും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കും വികാരങ്ങൾക്കും വസ്തുതകളെക്കാൾ പ്രാധാന്യം നൽകുകയും അതിലൂടെ പൊതു അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അതായത് ഓരോരുത്തർക്ക് വ്യക്തിപരമായി തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവും, ചില അഭിപ്രായങ്ങളുണ്ടാവും, ചില നിരീക്ഷണങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെയും നിരീക്ഷണങ്ങളും വസ്തുത എന്തോ ആകട്ടെ, വസ്തുത ഒരു വിഷയമല്ല, ആ വസ്തുത മാറ്റി വെച്ചുകൊണ്ട് അവരവരുടെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എന്ത് ചെയ്യുക, അത് സമൂഹത്തിൻ്റെ ഒരു പൊതുബോധമാക്കി മാറ്റിയെടുക്കുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ സാധാരണ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്ന് പറയാറുള്ളത്. അതിന് മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ സത്യാനന്തര കാലം എന്നാണ് പറയുക. എന്താ സത്യാനന്തര കാലത്തിൻ്റെ പ്രത്യേകത? ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 9 മണിയായിക്കൊണ്ടിരിക്കുകയാണ്, രാത്രിയാണ്. ഇതാണ് വസ്തുത ഇതാണ്. പക്ഷെ കുറച്ച് ആൾക്കാരിങ്ങനെ നിന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക, ഇവിടെ ഇരുന്ന് കണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത് ഈ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. ഇതിപ്പോൾ ശരിക്കും രാത്രി അല്ല, ഇത് പകലാണ്. കണ്ടില്ലേ, നല്ല ലൈറ്റ്, പകൽ പോലെ ലൈറ്റ് ഇല്ലേ? ഇങ്ങനെ പറഞ്ഞുകാണ്ട് സെർച്ച് ചെയ്തുകാണ്ട് എല്ലാവരും പാടും. അപ്പോൾ ഈ കേൾക്കുന്നവർക്കും തോന്നുന്നത് സംഗതി ശരിയാട്ടോ, ഇത് പകൽ തന്നെയാണ് എന്ന് തോന്നി അങ്ങനെ ഉണ്ടാവും. യഥാർത്ഥത്തിൽ വസ്തുത എന്താ? രാത്രിയാണ്. അപ്പം അത്രമേൽ വസ്തുതാപരമായ കാര്യങ്ങളെ തെറ്റായി ആഖ്യാനിച്ചുകൊണ്ട് ചില ആളുകൾ 1, 2, 3 വ്യക്തികൾ ഇടപെടുമ്പോൾ ആ ഇടപെടലുകൾ സമൂഹത്തിന്റെ മൊത്തം കാഴ്ചപ്പാടുകളായി മാറുന്ന അത്യന്തം അപകടകരമായ കാലഘട്ടത്തിന്റെ പേരാണ്
പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്ന് പറയുന്നത്, അഥവാ സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നത്. അത് 2024 വിലയിരുത്തുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലോകാടിസ്ഥാനത്തിൽ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അതായത് മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു രാജ്യത്തെ, ഒരു രാഷ്ട്രത്തെ, അതിൻ്റെ തെരഞ്ഞെടുപ്പിനെ വരെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, അവരുദ്ദേശിച്ചിടത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരികയാണ്. അമേരിക്കയിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പണിയെടുത്തത് ഇന്ന് വ്യാപകമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയാണ്. ഏതാണ് ആ വ്യക്തി? എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. മെറ്റയുടെ അതിൻ്റെ ഓണറാണ് അദ്ദേഹവും അതുപോലെ തന്നെ ട്രംപും തമ്മിലുണ്ടായ ഒരു ബന്ധം. ആ ബന്ധമാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഉപകാരം ചെയ്തത്. എന്തുകൊണ്ടാണ് എലോൺ മസ്കിന് അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മെറ്റയുള്ളത്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ട്വിറ്റർ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഫേസ്ബുക്ക് ഉള്ളത്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സോഷ്യൽ മീഡിയ ഉള്ളത്. അതുകൊണ്ട് ആ സോഷ്യൽ മീഡിയയിലാണ് ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അൽഗോരിതം എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വിചാരിക്കുന്നത് പോലെ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നട്ടുച്ചക്ക് രാത്രിയാണെന്നും രാത്രിക്ക് പകലാണ് എന്നും അവൻ വിചാരിച്ചാൽ, അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ സമീപ സന്ദർഭങ്ങളിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ഒട്ടനവധി കാര്യം, ലോകത്ത് മാത്രമല്ല മൊത്തം എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ വ്യക്തി ചിന്തിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലതും വരും, ഈ വ്യക്തി ചിന്തിക്കുന്നത്, ഇങ്ങനത്തെ ആൾക്കാർ ചിന്തിക്കുന്നത് ദോഷമാണെങ്കിൽ ദോഷവും വരും. അപ്പം അതിലിപ്പോൾ ഒരു നന്മ ഉണ്ടായത് എന്താ അറിയോ? ഇദ്ദേഹത്തിൻ്റെ മകൻ LGBT ആക്ടിവിസ്റ്റ്. ആദ്യ സമയത്തൊക്കെ അത് ലൈസൻസ് കൊടുത്തു, പിന്നെ അതിലേക്കാണ് പോയി അതിൻ്റെ ആളായി മാറിയപ്പോൾ അത് പെണ്ണാണാകണയും പരിപാടിയാണല്ലോ. അതിന് അദ്ദേഹത്തിൻ്റെ മകൻ വിധേയനാകുക എന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ അപകടം അദ്ദേഹത്തിന് മനസ്സിലായത്. സ്വന്തം മകൻ, നാട്ടുകാരെ കുട്ടികൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല, അവനാൻ്റെ മകന് വരുമ്പോഴാണ് ഇതൊക്കെ ഇത് നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നേരവുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അപകടമാണ്. അദ്ദേഹം ഇതിനെതിരാളിയായി. അതിൻ്റെ ഒരു സ്വാധീനം ആർക്കുണ്ട്? ഡൊണാൾഡ് ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പം എന്ത് പ്രഖ്യാപിച്ചു? അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞത്, അമേരിക്കയിൽ ഞാൻ അധികാരം ഏറ്റെടുത്താൽ ആദ്യം ഇല്ലാതാക്കാൻ പോകുന്നത് എന്താണ്? ഈ LGBTQ ആക്ടിവിസ്റ്റാണ്, ഈ ജെൻഡർ ഭ്രാന്തിനെയാണ് ഞാൻ ഇല്ലാതാക്കാൻ പോകുന്നത്. ഇനി അമേരിക്കയിൽ ആകെ 2 വർഗ്ഗമേ ഉള്ളൂ, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. ആണും പെണ്ണുമായിട്ടാണ് ദൈവം മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലാത്ത ഒരു ജെൻഡറില്ല. ജെൻഡർ സാമൂഹിക നിർമ്മിതിയല്ല എന്ന്1000 തവണ നമ്മൾ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോ കോട്ടിട്ടുകൊണ്ട് ചാനൽ റൂമുകളിൽ വന്നുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളുകളാണ്, നിങ്ങൾ പുരോഗമനം തിരിച്ചറിയാത്ത ആളുകളാണ്, എന്താ സ്ത്രീകൾ പാൻസ് ഇട്ടാൽ വരിക, എന്താ ജെൻഡർ ന്യൂട്രലിന് പ്രശ്നം എന്ന് അലമുറയിട്ടത് സാക്ഷര കേരളത്തിലെ മീഡിയ റൂമുകളിൽ ഇരുന്നു കൊണ്ട് ഇവിടെയുള്ള ചാനൽ മുതലാളിമാരാണ്. പക്ഷേ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ട്രംപ് പറയുന്നത് അമേരിക്കയിൽ ഇനി ആണും പെണ്ണും എന്ന്. അത് പറയുമ്പോൾ, അമേരിക്കയിൽ നിന്ന് അത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ പുരോഗമനം തിരിയാത്തവനാണ് എന്ന് പറയാൻ നമ്മൾ ആരെയും കണ്ടില്ല. ഇതിനർത്ഥം എന്താ? ഇവരൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്തും സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു നിലപാട് എത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണ ഇതിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രേരണയ്ക്കുള്ള കാരണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതിനനുസരിച്ച് സമൂഹത്തെ എന്ത് ചെയ്യാൻ പറ്റും? പരിവർത്തിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ AI കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പോസ്റ്റ് ട്രൂത്തും വന്നതോടെ, ഈ 2 സംഗതികളും വന്നതോടുകൂടി അൽഗോരിതങ്ങളാൽ സൃഷ്ടിക്കുന്ന എക്കോ ചെമ്പറുകളിലേക്ക് തളച്ചിടപ്പെടുകയാണ്. എന്താണ് എക്കോ ചെമ്പറുകൾ എന്ന് പറഞ്ഞാൽ? എക്കോ ചെമ്പർ എന്ന് പറഞ്ഞാൽ ഇത് പുതിയ ടേമാണ്. ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് താല്പര്യമുള്ളത് മാത്രം നമ്മുടെ മുമ്പിൽ തെളിയുന്ന ഒരു ബബിളിൽ നമ്മൾ പെട്ടുപോവുക എന്നതാണ്. ഇതാണ് ഇന്ന് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം നിങ്ങൾ യൂട്യൂബിലും മറ്റ് സൗകര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരു മതപ്രഭാഷണമാണ് കേട്ടതെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ വീണ്ടും തന്നെ വരിക, അടുത്ത പ്രസംഗം വരും അല്ലേ? അത് കേട്ടാൽ പിന്നെ അതേ ആളെ പ്രസംഗം വേറെ 3ാമത്തോണ്ട് വരും. നിങ്ങളൊരു ഒരു ലൈംഗിക ആഭാസത്തിൻ്റെ ഒരു പിക്ചറാണ് കണ്ടതെങ്കിലോ അടുത്ത അതിന് വരും. നിങ്ങളൊരു സിനിമയാണ് കണ്ടതെങ്കിലോ അടുത്ത സിനിമ കൊണ്ട് വരും. അതായത് നമ്മൾ എന്താണോ തിരയുന്നത് അതാണ് നമ്മളെ ചുറ്റുഭാഗത്ത് എന്ത് ചെയ്യുക,
നിങ്ങളൊരു അധ്യാപകനാണോ? ഒരു അധ്യാപകൻ ആവശ്യമുള്ളതാണ് എന്ത് ചെയ്യുക? നിങ്ങളെ ഫേസ്ബുക്കിൽ ഉണ്ടാവുക, നിങ്ങളെ യൂട്യൂബിൻ്റെ സ്ക്രീനുകളിൽ ഉണ്ടാവുക. നിങ്ങളൊരു വീട്ടമ്മയാണോ? നിങ്ങൾ പാചകവുമായി ബന്ധപ്പെട്ടതാണോ സെർച്ച് ചെയ്യുന്നത്? അപ്പോൾ പാചകവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഉണ്ടാകുക. അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ അറിയോ? നമ്മളെന്താണോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ലോകത്ത് മൊത്തം തോന്നും. എല്ലാവരും അതാ കാണുന്നത് നമുക്ക് തോന്നും. കാരണം നമ്മളെവിടെ നോക്കിയാലും അതാ കാണുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇതിനാണ് എക്കോ ചെമ്പർ എന്ന് പറയാം. അതായത് ഇങ്ങനെ ലോകത്ത് മറ്റു ഭാഗങ്ങളിൽ എന്ത് നടക്കുന്നു, വേറെ എന്തൊക്കെ വിഷയങ്ങളെ പറ്റി ആരൊക്കെ എന്ത് സംസാരിക്കുന്നു, ചെവിയിൽ പാറ്റ പോയ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ചെവിയിൽ ഒരു ചെറിയ പാറ്റ പോയാൽ എനിക്ക് ഭയങ്കര സൗണ്ടായിരിക്കും, എനിക്ക് ഇടിമുഴക്കം പോലുള്ള സൗണ്ട് ഉണ്ടാവും. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന യാസർ മൗലിക്കുന്നുണ്ടാവില്ല, ഒരു അനക്കം ഉണ്ടാവില്ല. മൂപ്പര് ഇയാളെന്താ അങ്ങനെ പടക്കണമെന്ന് വിചാരിക്കും. കാരണം എനിക്ക് എൻ്റെ അതിൽ ശബ്ദം അറിയുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? ഇതേപോലെ നമ്മൾ ഓരോരുത്തരുടെയും ഓരോ കള്ളിയിലാക്കി നമ്മളെ കൊണ്ട് നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രം ചിന്തിപ്പിച്ച് നീ തന്നെയാണ് വലുത്. ഇടക്കിടക്ക് എന്ത് ചെയ്യും? വർഷം ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത സാധനമൊക്കെ ഇങ്ങനെ രണ്ടാമത് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. അപ്പം നമുക്ക് തോന്നുന്നത് ഇത് മൊത്തപ്പോൾ നമ്മളെ പോസ്റ്റിൻ്റെ നാട് മുഴുവൻ തോന്നും. മനസ്സിലായോ? ഇങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ജയിലിലൂടെയാണ് ഇന്ന് പലപ്പോഴും പോകുക. അപ്പം എന്താ സംഭവിക്കുക എന്നറിയോ? കുട്ടികൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവർ അതന്നെ കണ്ടുകൊണ്ടിരിക്കും. ഗെയിമാണെങ്കിൽ ഗെയിമിൽ തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ലൈംഗിക ആഭാസം കാണുന്നത് അതിൻ്റെ പിന്നാലെ പോകും. ചില ആൾക്കാർ ഇപ്പോൾ തമാശ കാണുന്ന ആൾക്കാരുണ്ട്, ഇതിൽ തമാശ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വെറും തമാശയുടെ ലോകത്തായിരിക്കും അവരുണ്ടാകുക. രാഷ്ട്രീയമാണ് സെർച്ച് ചെയ്യണമെങ്കിൽ അയാൾ രാഷ്ട്രീയത്തിൻ്റെ ലോകത്താണ് ഉണ്ടാകുക. മതമാണ് സെർച്ച് ചെയ്യണമെങ്കിൽ അയാൾ മതപരമായ ലോകത്ത് മാത്രമാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മളെ സംഘടനയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് വെച്ചാൽ നമ്മൾ ആ ലോകത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ആകത്തുക മൊത്തം ഒരു കാര്യത്തെ വിലയിരുത്തുവാനും അതിൽ നിന്ന് അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുവാനും കഴിയാതെ പോകുന്ന ഒരു വല്ലാത്ത പ്രയാസം എന്ത് ചെയ്യും ഉണ്ടാവും. ആ ബബിളിൽ നമ്മളെ കുടുക്കിയിടുവാൻ ഇവർ വിചാരിച്ചാൽ കഴിയും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്താ വെച്ചാൽ ഇന്ന് ഓൺലൈൻ മീഡിയകളിലൂടെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നത് വർഗീയ വിദ്വേഷമാണ്. എന്ത് വിഷയം വന്നാലും ഇപ്പോൾ കേരളത്തിൽ കുറച്ച് കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഏത് വിഷയം ചർച്ചക്കെടുത്താലും അവസാനം അതെന്തുമ്പോ കൊണ്ടുവന്ന് കിട്ടും? ഒരു മുസ്ലിം പേരുമ്പോ കൊണ്ടുവന്ന് കിട്ടും. ആ മുസ്ലിം പേരിൽ നിന്ന് അത് മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കും. ആ മുസ്ലിം സമുദായത്തിൽ നിന്ന് അത് ഇസ്ലാമിലേക്കും കൊണ്ടുപോകും, പ്രവാചകനിലേക്ക് കൊണ്ടുപോകും, പ്രവാചകന്റെ കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകും, സ്വഹാബത്തിലേക്ക് കൊണ്ടുപോകും, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ മൊത്തത്തിൽ ഇസ്ലാം പ്രശ്നമാണ് എന്നിടത്തിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ചർച്ചകൾ നടക്കുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾ ഒരു പ്രശ്നക്കാരാണ് എന്ന് വരുത്തി അതിനാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയാം, പേടിപ്പിക്കുക എന്ന് പറയാം. അങ്ങനെ ഒരു പേടിക്കേണ്ട വിഭാഗമാണ് മുസ്ലിമീങ്ങൾ, മുസ്ലിം ഉമ്മത്ത് എന്ന് വരുത്തി തീർക്കുന്ന വിഷം തുപ്പുന്ന ചർച്ചകളും സംവാദങ്ങളും ഫേസ്ബുക്ക് മാറ്ററുകളുമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഇത് സംഭവിക്കുന്നത്? ഇത് എവിടുക്കാ പോകണമെന്നത്? ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമുക്കിതിന് ചരിത്രത്തിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. മിസ് ഇൻഫർമേഷൻ അഥവാ തെറ്റായ വിവരങ്ങൾ, ഡിസ്ഇൻഫർമേഷൻ അഥവാ വ്യാജ വിവരങ്ങൾ, ഇത് ഒരു പരിധിക്കപ്പുറം ഒഴുകി വന്നു കഴിഞ്ഞാൽ ഇവയുണ്ടാക്കിയ സാമൂഹ്യ പ്രത്യാഘാതം വളരെ വലുതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്ത പ്രവർത്തനം. അതായത് ജൂതന്മാരെ കൂട്ടക്കശാപ്പ് നടത്തി. അതിനാണ് സാധാരണ പറയാറുള്ളത് 6 ദശലക്ഷം ജൂതന്മാരെയാണ് അദ്ദേഹം കൊന്നത്. ഒന്നും രണ്ടൊന്നും അല്ല, 6 ദശലക്ഷം ജൂതന്മാരെ അദ്ദേഹം ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു. അതെ, ആ കൊല്ലാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച രീതി എന്താ? ആദ്യം നുണ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്, കളവ് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ആ മിനിസ്റ്ററുടെ പേര് ഗീബൽസ് എന്നായിരുന്നു. ആ ഗീബൽസ് ഓരോ ദിവസവും എന്ത് ചെയ്യും? ജൂതന്മാരെ പറ്റി ഓരോ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കളവ് 1000 തവണ ആവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്ത് തോന്നും? അത് സത്യമാണ് എന്ന് തോന്നും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇവരൊരു പ്രശ്നക്കാരാണ് എന്ന രീതിയിലേക്കൊരു ഭീതി പടർത്തി. ഇപ്പം നമ്മൾ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മൂർക്കമ്പാമ്പ് നമ്മളെ നേരെ പിന്നെ റോഡിൻ്റെ കുറുകയാണ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമുണ്ട്. എന്ത്? അതാ പാമ്പ് എന്ന് പറയും ചെയ്യും. കേൾക്കുമ്പോഴേക്ക് ഓട്ടോറിക്ഷ പോകണമെങ്കിൽ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യും? അതിലുള്ള ജാക്കി എടുത്തുകൊണ്ട് വരും, അല്ലേ? കൈ കിട്ടിയ വടിയായിട്ട് വരും, കൈ കിട്ടിയ കല്ലുമായിട്ട് വരും. കാരണം അവിടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്ത്? പാമ്പ് കൊല്ലപ്പെടേണ്ടവനാണ്, അവൻ വിഷമുള്ളവനാണ്, അവൻ നമുക്ക് ദ്രോഹമുണ്ടാക്കുന്നവനാണ് എന്ന കാര്യത്തിൽ ആ ശബ്ദം, പാമ്പ് എന്ന വാക്ക് കേൾക്കുന്ന ആർക്കും സംശയമേയില്ല. ഇതുപോലെ ഒരു മൂർഖം പാമ്പിനേക്കാൾ വിഷമുള്ളവരാണ് ഇവിടെയുള്ള മുസ്ലിം സമുദായമെന്ന് ചെറുതായും വലുതായും പറഞ്ഞ് രാവും പകലും പറഞ്ഞ്
പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇനി അങ്ങാടിയിൽ വെച്ച് ഒരു മുസ്ലിം തല്ലിക്കൊല്ലപ്പെടുമ്പോൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുമ്പോൾ കയ്യും കെട്ടി ആളുകൾ നോക്കി നിൽക്കും. എന്ത്? അവൻ കൊല്ലപ്പെടേണ്ടവനാണ്, അവനെ പിടിക്കേണ്ടതില്ല, അവനെ തടുക്കേണ്ടതില്ല, അവൻ അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ എന്ന രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് മനുഷ്യന്മാർ വളർന്നു വരും എന്നതൊരു ഉട്ടോപ്പിയല്ല, ഒരു സങ്കല്പമല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. അതാണ് ജർമ്മനിയിൽ ഉണ്ടായത്. അത് ചില്ലറ വിഷയമല്ല. നമുക്കറിയാം, ജർമ്മൻ ജനത നല്ലൊരു ഭാഗം ആ സമയത്ത് മൗനത്തിലായിരുന്നു. എപ്പോ? ഈ ഹോളോകോസ്റ്റിൽ, അതായത് ഈ ഗ്യാസ് ചാമ്പറിലേക്ക് മനുഷ്യന്മാരെ കൂട്ടത്തോടു കൂടി കൊണ്ടുപോവുകയാണ്, ബസ്സിൽ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ അതിൽ പിഞ്ചോമന മക്കളുണ്ട്, കുട്ടികളുണ്ട്. ആ കുട്ടികളെ വണ്ടിയിൽ കയറ്റി കൊല്ലാൻ വേണ്ടി ഗ്യാസ് ചാമ്പറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കണ്ടു നിന്നവരുണ്ട്, അതിന് മൗനാനുവാദം കൊടുത്തവരുണ്ട്, മൗനത്തിലൂടെ അതിന് പങ്കാളികളായവരുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിച്ചവരുണ്ട്. ഞാൻ പറയുന്നത്, ഈ രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് ഈ വർഗീയ വിദ്വേഷം ഇങ്ങനെ പരക്കുകയാണ് എങ്കിൽ, ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ധാരണ എന്ത് ചെയ്യുമ്പോഴുള്ള മറ്റു സമുദായങ്ങളിൽ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഓരോ വിഷയം വരുമ്പോൾ ആരാ പ്രതികരിക്കണത്? ആരാ സംസാരിക്കണത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ വളരെ ഗുരുതരമായ ഒരു അവസ്ഥ ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം. നമ്മുടെ നാട്ടിൽ ഈ ദുരന്തം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ഓൺലൈനിലൂടെയും അങ്ങാടിയിലും ഒക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഇന്ത്യ രാജ്യം ഇവിടെ എങ്ങനെയാണോ ഇത്രയും കാലം നിലനിന്നത് അതുപോലെ നമുക്ക് നിലനിർത്തണം. ഇവിടെ ഒരു വിഭാഗത്തെയും അപരവൽക്കരിച്ചുകൂടാ, ഇവിടെ ആരെയെങ്കിലും ഒറ്റപ്പെടുത്തി വേട്ടയാടിക്കൂടാ. കാരണം ഇവിടെ ആർക്കെങ്കിലും എതിരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരെ മാത്രമല്ല ബാധിക്കുക, അത് ഈ സമൂഹത്തെ മൊത്തം ബാധിക്കും. നമ്മുടെ അങ്ങാടികളെ ബാധിക്കും, നമ്മുടെ വീടകങ്ങളെ ബാധിക്കും, നമ്മുടെ മക്കളെ ബാധിക്കും, നമ്മുടെ വിദ്യാലയങ്ങളെ ബാധിക്കും. അത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതായിരിക്കും കലാപങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും മറ്റുള്ള മതവിഭാഗങ്ങളും ഒക്കെ വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് എങ്കിലും ഈ വിഷയത്തിൽ, വർഗീയതയെ ചെറുക്കുന്ന വിഷയത്തിൽ, നമ്മുടെ രാജ്യത്തിന് കളങ്കം വരുത്തുന്ന വിഷയത്തിൽ അതിനെതിരിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു സൗഹാർദ്ദത്തിന് വിള്ളലേൽക്കുന്ന ഒരു പ്രവർത്തനവും ആരുടെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കറിയാം, ഈ വിഷയത്തിൽ സമുദായം ഒന്നിച്ചു നിൽക്കണം. സമുദായത്തിനുള്ളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കാർക്കും ശാശ്വതമായി പരിഹരിക്കാൻ കഴിയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറുമെന്ന്. അത് മാറിക്കഴിഞ്ഞു. അങ്ങനെ ആവുമ്പോൾ അതെല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നത് നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ ആ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ, വീക്ഷണ വ്യത്യാസങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ വിഷയത്തിൽ, സമുദായത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് വന്നു. ആ ബില്ലിനെതിരിൽ എല്ലാവരും ഒന്നിച്ചാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് അതിന് ഫലമുണ്ടായി. ഏക സിവിൽ കോഡ് വന്നു, എല്ലാവരും ഒന്നിച്ചാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് അതിന് ഫലമുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ വഖഫ് ബില്ല് വന്നിരിക്കുന്നു. ആ വഖഫ് ബില്ലും വന്നു കഴിഞ്ഞു. അത് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതികരണങ്ങളും ഇവിടെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത്. കാരണം നമ്മുടെ പൂർവ്വപിതാക്കൾ ഇവിടെ വഖഫ് ചെയ്ത ഈ ഭൂമി ഇനി ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അത് ജില്ലാ കളക്ടറാണ് അതിൽ വിധി പറയേണ്ടത് എന്നാണ് പുതിയ ബില്ലിലുള്ളത്. അതിനർത്ഥം എന്താ? ഞാനും മറ്റൊരു വ്യക്തിയും തമ്മിലൊരു അഭിപ്രായ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ആ തർക്കത്തിൽ വിധി പറയേണ്ടത് എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തി ആരാണോ അയാളുടെ അച്ഛനോ അയാളുടെ അമ്മാവനോ ആണ് വിധി പറയേണ്ടത്. പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആർക്ക് അനുകൂലമായിട്ടാണ് വിധി വരിക? അതേപോലെ ഇവിടെ ഒരു ഭാഗത്ത് സർക്കാരാണ്, ഒരു ഭാഗത്ത് കക്ഷികളാണ്. അതിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാർ വിധി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സർക്കാരിന്റെ പ്രതിനിധിയാണ് ആര്? ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തു നടക്കുക. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, വേഗം പരാതി ഉണ്ടായി കഴിഞ്ഞാൽ അത് ജില്ലാ കളക്ടർക്ക് കൈമാറും എന്ന് പറയാം. ജില്ലാ കളക്ടർക്ക് കൈമാറി കഴിഞ്ഞാൽ അന്ന് മുതൽ പിന്നെ അവിടെ ക്രയവിക്രയം പാടില്ല എന്നാണ്.
പിന്നെ അവിടെ ഒരാരും അനങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കേസ് വിധിയാകൊന്നും വേണ്ട, ഒരു വെള്ളക്കടലാസിൽ വെറുതെ ഒരു ലെറ്റർ എഴുതി ആരെങ്കിലും കൊടുത്താൽ മതി. അതോടുകൂടി അതെന്തായി പ്രശ്നഭൂമിയായി മാറി. ആ പള്ളിയും അതിൻ്റെ സ്വത്തും പ്രശ്നമുള്ള സ്ഥലമായി മാറി. ഇതാണ് ബില്ലെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വഖഫ് നിയമം തന്നെ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇത് ചെറിയ വിഷയമല്ല, ഇതൊരു സുന്നികളെ മാത്രം വിഷയമല്ല, ഇത് മുജാഹിദികളെ മാത്രം വിഷയമല്ല, ഇത് ജമാഅത്തേരെ മാത്രം വിഷയമല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടന മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒറ്റക്കെട്ടായി ശബ്ദിക്കുവാൻ സമുദായത്തിന് കഴിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇപ്പോൾ ഖണ്ഡനങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ചർച്ചകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് പിന്നെ മുജാഹിദുകൾ തമ്മിൽ നടക്കുന്നുണ്ട്, മറ്റുള്ള ആളുകൾ തമ്മിൽ നടക്കുന്നുണ്ട്. അതിലൊക്കെ പലപ്പോഴും പല ആളുകളും വല്ലാത്ത അസഹിഷ്ണുത കാണിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇവിടെ ഒരു വർഗീയ പാർട്ടി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടാൻ പാടുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും കടിപിടി കൂടാൻ പാടില്ല എന്നതാണ്. അവിടെ ആരോഗ്യകരമായിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ, ഗുണകാംക്ഷയോടുകൂടിയേ സംസാരിക്കാൻ പാടുള്ളൂ. പക്ഷേ ആശയപരമായ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാലത്തും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ വ്യത്യാസങ്ങൾ പറയാൻ കഴിയില്ല. മുന്നോട്ട് പോകും തോറും ഈ അവസ്ഥ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം എന്താ? അങ്ങനെയാണെങ്കിൽ ഇനി ഒരു സംഘടന ഇവിടെ വേണ്ട, ഒറ്റ പള്ളി മതിയല്ലോ, എല്ലാവരും പിരിച്ചുവിട്ട് ഇങ്ങോട്ട് ഒറ്റൊന്നായി മാറിയാൽ മതി. ഇതൊന്നും വേറിട്ട് നിൽക്കുന്നത് ചില്ലറ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലൊന്നല്ല, വളരെ അടിസ്ഥാനപരമായ വിഷയത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ആ വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നു എന്നത് ഒരു അസഹിഷ്ണുതയോടുകൂടി നമ്മൾ കാണേണ്ടതില്ല. എന്നാൽ അത് ചെയ്യുമ്പോൾ ആരോഗ്യപരമായി ചെയ്യണം, ഗുണകാംക്ഷയോടുകൂടി ചെയ്യണം. അതിൽ വ്യക്തിഹത്യയും അതുപോലെ തന്നെ ഇരട്ടപ്പേരും ആളുകൾ ഹരാസ്മെൻറ്റ് ചെയ്യുന്ന രീതിയും സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാമും പറയുന്നത്, നമ്മളും സൂചിപ്പിക്കുന്ന ആ കാര്യം തന്നെയാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ ഈ വിഷയം വരുമ്പോൾ, സമുദായത്തെ മൊത്തം ബാധിക്കുന്ന വിഷയം വരുമ്പോൾ ഇതൊന്നും വിഷയമാക്കാതെ എല്ലാവരും എന്ത് ചെയ്യണം? ആ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കും വേണം. ഈ ഒരു മാനദണ്ഡത്തിലൂടെ ആയിരിക്കണം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുകൂടി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പുതിയ കാലത്ത് മറ്റൊരു വിഷയം എന്താ വെച്ചാൽ സൗകര്യങ്ങൾ വർദ്ധിച്ചു, അല്ലേ? പണ്ടില്ലാത്ത സൗകര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷെ സൗകര്യങ്ങൾ വർദ്ധിച്ചു എങ്കിലും ആ സൗകര്യങ്ങൾ കൊണ്ട് കിട്ടേണ്ട ഗുണം നമുക്ക് എന്ത് ചെയ്യണില്ല, പലപ്പോഴും കിട്ടണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴോ ഓരോ വീട്ടിലും ഒന്നിലധികം വാഹനങ്ങളുണ്ട്. അതുപോലെ റോഡ് പഴയതിൽ മാറി ഇഷ്ടം പോലെ റോഡായി, എല്ലാ ഊടുവഴിയിലും റോഡായി. റോഡും ഉണ്ട്, വാഹനമുണ്ട്, പക്ഷെ ഗതാഗതം മാത്രം നടക്കണില്ല, അല്ലേ? വണ്ടിയായിട്ട് അങ്ങാടിക്ക് ഇറങ്ങുക, പെട്രോളും കത്തിച്ചിങ്ങാണ്ട് ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുക, സംഗതി വണ്ടി ഓടുന്നില്ല. അതേപോലെ തന്നെയാണ് എന്ത് ഇൻഫർമേഷൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. പണ്ട് ഇതൊക്കെ കത്ത് മുഖേനയും കാർഡ് മുഖേനയൊക്കെ എത്തിക്കാൻ എത്ര ദിവസം നമ്മൾ കാത്തിരുന്നു. ഇന്നൊരു വിരലുകൊണ്ട് നെക്കി കഴിഞ്ഞാൽ ലോകം പോയി വെത്തും, അല്ലേ? മനുഷ്യന്മാർക്ക് ബന്ധപ്പെടാൻ ഇഷ്ടം പോലെ സംവിധാനമാണ്. പക്ഷേ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം മാത്രം നടക്കണില്ല. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം മാത്രം എന്തില്ല, വാപ്പി മക്കളും തമ്മിൽ പഴയ കാലത്തെ ബന്ധമല്ല, കുടുംബങ്ങൾ തമ്മിൽ ബന്ധമല്ല, ആർക്കും ആരോടും സംസാരിക്കാൻ നേരല്ല. അപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു, പക്ഷെ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു, പലപ്പോഴും അതുകൊണ്ട് കിട്ടേണ്ട ഉപകാരങ്ങൾ കിട്ടിക്കുന്നില്ല എന്നതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് ഇന്ന് ഡിപ്രഷൻ വന്നുകൊണ്ടിരിക്കുന്നു, മാനസിക ആഘാതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ WHO കണക്ക് പ്രകാരം തന്നെ മരണത്തിൻ്റെ കാരണം മൊത്തം എടുത്ത് പരിശോധിച്ച് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 10ാമത്തെ കാരണമായി എണ്ണിയിരിക്കുന്നത് ആത്മഹത്യയാണ്. 10ാമത്തെ കാരണം ആത്മഹത്യ അത്രമേൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ആത്മഹത്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലുള്ള ഒരു രാജ്യമാണേത്, നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ദേശീയ ശരാശരി 1,16.3 ആണ് എങ്കിൽ കേരളത്തിൽ 30.4 എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അഥവാ 4 ഇരട്ടിയാണെന്ത് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് എന്ന് പറയുന്നത്. എന്നാൽ ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും കേരളം മുന്നിലാണ് താനും. അവിടെ നിന്ന് എന്ത് മനസ്സിലായി? ബീഹാറാണ് ഏറ്റവും പിറകിൽ നിൽക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബീഹാറാണ്. പക്ഷേ ബീഹാറിനേക്കാളും ആത്മഹത്യ കൂടുന്നത് കേരളത്തിലാണ്. എന്ത് സംഭവിക്കുന്നു? കേരളത്തിൽ വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടേണ്ട കാര്യം എന്ത് ചെയ്യുന്നില്ല, ആളുകൾക്ക് പലപ്പോഴും കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും വേഗം ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഒരു മൊബൈൽ ഫോൺ കിട്ടാത്തതിൻ്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടൂറ് പോകണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികൾ വേഗം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നിസ്സാര കാരണങ്ങൾക്ക് ആത്മഹത്യകളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതി
2024 ലോക മാനസികാരോഗ്യ ദിനമായിരുന്നു. അതിൻ്റെ തീം എന്തായിരുന്നു? ജോലി സ്ഥലങ്ങളിലെ മാനസികാരോഗ്യം എന്നതായിരുന്നു. ജോലി സ്ഥലങ്ങളിൽ വല്ലാത്ത സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. WHO കണക്ക് പ്രകാരം വിഷാദവും ഉത്കണ്ഠയും കാരണം ഓരോ വർഷവും 12 ബില്യൺ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ്. അങ്ങനെ സമ്പദ് വ്യവസ്ഥക്ക് $1 ട്രില്യൺ അതുമൂലം ചെലവഴിക്കേണ്ടി വരുന്നു എന്ന കണക്ക് WHO പുറത്തുവിട്ടത് നമുക്ക് കാണാൻ കഴിയും. അഥവാ ചുരുക്കി പറഞ്ഞാൽ, സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും മനുഷ്യന് ആത്മീയമായ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഇതിൻ്റെ പരിഹാരം എന്താ? ഇതിന് ആൾക്കാർ ഇപ്പോൾ പരിഹാരമായിട്ട് കാണുന്നത് എന്താ? വല്ലാതെ ജോലിയും കുടുംബവും പ്രശ്നവും സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ ഒരു ലീവെന്ന് പറയും. എന്നിട്ടോ ഞാൻ കുട്ടികളെയും മക്കളെയും കൂട്ടി ഇങ്ങനെ ഒരു ടൂറ് പോട്ടെ അല്ലേ, അല്ലെങ്കിൽ ഒരു പാർക്ക് പോട്ടെ എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒന്ന് റിലാക്സായി കിട്ടും. ശരിയാണ്, റിലാക്സായി കിട്ടും. പക്ഷെ ഒരു നല്ലൊരു നിങ്ങൾ ഊട്ടി പോയിട്ട് അവിടെ ഫ്ലവർ ഇതൊക്കെ ഉള്ള സമയത്തന്നെ പോയത് നീ ആയിരിക്കാം. അവിടെ ചെന്നതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് കയറി വന്ന 2-3 മണിക്കൂറാണ് ചെലവഴിക്കാൻ പറ്റുക അല്ലേ? ആ 3 മണിക്കൂർ ചിലപ്പോൾ എന്തുണ്ടാവും, നല്ല രസം ഉണ്ടാവും. കുട്ടികളടുത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. പക്ഷെ 3 മണിക്കൂർ കഴിഞ്ഞ് അവിടുത്തെ വാച്ച്മാൻ വന്നിട്ട് പറയും, വിസിലടിക്കും. എൻ്റെ പോട്ടെ ഞാനൊരു പുറത്ത് പോട്ടെ. അങ്ങനെ പിന്നെ നമ്മൾ ഇഷ്ടമല്ലാതെ എന്ത് ചെയ്യും, ഇങ്ങനെ മെല്ലെ പുറത്തേക്ക് വെക്കും. പിന്നെ നമ്മൾ വണ്ടി കയറും. പിന്നെ തിരിച്ചു പോണത് എവിടേക്കാ പോണത്? ഏതൊരു വീട്ടിൽ നിന്നാണോ നമ്മൾ വന്നത് അതേ പെരീക്കാ പോണത്. അവിടെയാണ് പ്രശ്നമേ. ആ പെരിയിലെ പ്രശ്നം, അവിടേക്കാണ് നമ്മൾ തിരിച്ചു പോണത്. ഏതൊരു ഓഫീസിലായിരുന്നോ നമുക്ക് ഹരാസ്മെന്റ് ഉണ്ടായിരുന്നത് അതേ ജോലി സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഏതൊരു നാട്ടിലാണോ നമുക്ക് പ്രയാസം ഉണ്ടായിരുന്നത് അതേ നാട്ടിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആ സ്ട്രെസ് അവിടെ കിടക്കാണ്. അപ്പോൾ മനുഷ്യന്മാർ പിന്നെ കാണുന്ന രൂപം എന്താണെന്നറിയോ? എന്നാ പിന്നെ ബോധം ഉണ്ടാകുമ്പോഴാണല്ലോ എന്തുണ്ടാകുക, ഈ പ്രശ്നം ഉണ്ടാകുക. എന്നാൽ ബോധം തന്നെ ഇല്ലാതെയാക്കിയാലും സൗകര്യമായല്ലോ. അതിനാണ് മദ്യം കുടിക്കുന്നത്, അതിനാണ് ലഹരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ലഹരി കുറച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. പക്ഷെ ആ ലഹരി ഇങ്ങനെ ഇറങ്ങണോട് കൂടി എന്ത് ചെയ്യും, നേരത്തെ പ്രശ്നം കൊണ്ട് ഓർമ്മ വരും. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ മദ്യം കഴിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം കൂടി ബോധരഹിതനായി നിൽക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് വരും. അപ്പോൾ പിന്നെ ഫുൾ മദ്യപാനിയായിട്ട് മാറും. അപ്പോൾ അടുത്തൊരു പ്രശ്നം കൂടിയായി. കൂനുമ്മ കുരു എന്ന് പറഞ്ഞ പോലെ എന്തായി, മദ്യപാനിയും കൂടിയായി മാറി. പിന്നെ ആ നാട്ടുകാർക്കും അയാളെ വേണ്ട. ഇങ്ങനെയുള്ള പരിഹാരങ്ങളിലേക്കാണ് പലപ്പോഴും ആളുകൾ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മാത്രമല്ല, ഒരു ഭാഗത്ത് അങ്ങനെ ലഹരിയിലേക്കാണ് ആളുകൾ നീങ്ങുന്നത് എങ്കിൽ മറുഭാഗത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പ്രയാസപ്പെടുന്ന മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകളെ വലവിരിച്ച് കാത്തിരിക്കുന്ന ആത്മീയ ചൂഷകന്മാരുണ്ട്. അവർ തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആളുകൾക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പരസ്യം കൊടുത്ത് കാത്ത് നിങ്ങളെല്ലാ ആഗ്രഹ സഫലീകരണത്തിനും ഇന്ന സ്ഥലത്ത് വന്നാൽ മതി, ഇന്ന ജാറത്തിൽ വന്നാൽ മതി, ഇന്ന മക്കാമിൽ വന്നാൽ മതി, ഇന്ന പൂജാരിയുടെ അടുത്ത് വന്നാൽ മതി, ഇന്ന സിദ്ധൻ്റെ അടുത്ത് വന്നാൽ മതി, ഇന്ന തങ്ങളെടുത്തോ ബീവിയുടെ അടുത്ത് വന്നാൽ മതി, എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും എന്ത് ചെയ്യും, പരിഹാരമാകും. ഇവൻ കാശില്ലാതെ കടം കയറി പ്രയാസപ്പെട്ട് നടക്കുകയാണ്. പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, പെരുക്ക് കാശ് കൊടുക്കുക വേണ്ട യഥാർത്ഥത്തിൽ. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇതിന് പരിഹാരങ്ങൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ന്യായം എന്താ? ഈ ആൾക്കാരടുത്തൊക്കെ ആൾക്കാർ പോകാനുള്ള കാരണം എന്താ? അവിടെ പോയാൽ എന്തോ അവർക്കൊരു കഴിവുണ്ട് എന്നാണ്, അവർക്ക് എന്തോ ഒരു ദിവ്യത്വമുണ്ട് എന്നാണ്. ആ ദിവ്യത്വം അവർക്ക് സ്വയം ഉണ്ടായതല്ല, അത് ആര് കൊടുത്തതാ? അള്ള കൊടുത്ത കഴിവാണ്. കൊടുത്തൊരു കഴിവുണ്ട് എന്നാണ്. ഈ ഒരൊറ്റ കാര്യത്തിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്കും ആത്മീയ ചൂഷണത്തിന് വേണ്ടി ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കുക, മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ സ്മരണ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് സമാധാനമുണ്ടാവുകയുള്ളൂവെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു ആശയത്തിലേക്ക് മനുഷ്യന്മാർ തിരിച്ചു വരികയല്ലാതെ ശാശ്വത സമാധാനത്തിന് എന്തില്ല, ഒരു മാർഗവുമില്ല. ശിർക്കിൽ നിന്ന് മുക്തമാവർക്കുന്നവർക്ക് മാത്രമേ നിർഭയത്വമുള്ള ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിച്ച ആ കൂട്ടര്, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവർ ഈമാനിൽ അവരുടെ വിശ്വാസത്തിൽ അവർ ളുൽമിനെ അഥവാ ശിർക്കിനെ അവർ കലർത്താതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാണ് നിർമാർഗത്തിന്റെ വഴിയിലുള്ളത്, ഹിദായത്ത് ലഭിച്ചവർ.
ശരിക്കും മനസ്സിലാക്കുക. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഓർമ്മിക്കുക. നമുക്ക് സമ്പൂർണമായ നിർഭയത്വം കിട്ടാനുള്ള ഏക വഴി എന്ന് പറയുന്നത് റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, നേർച്ചകളും വഴിപാടുകളും അവന് മാത്രം അർപ്പിക്കുക, അതിൽ യാതൊരാളെയും നമ്മൾ അതിൽ പങ്കു ചേർക്കാതിരിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, സമാധാനവും സ്വസ്ഥതയും കിട്ടുകയുള്ളൂ എന്നാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ നമ്മെ സഹായിക്കുവാനോ നമ്മെ ഉപദ്രവിക്കുവാനോ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുവാനോ ഒരു സൃഷ്ടിക്കും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കാരണവശാലും അയാൾക്ക് ഭയമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കണം. ഈ തൗഹീദുള്ള വ്യക്തി ഒരിക്കലും ഒരു കറുത്ത പൂച്ച റോഡിലൂടെ വിലങ്ങ് പാഞ്ഞാൽ അവന് ബേജാറാവുകയില്ല. ഒരു കറുത്ത നൂല് അവന് കണ്ടു കഴിഞ്ഞാൽ അവന് ഒരു അസ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അവന് കുറ്റിച്ചൂളാനെ പേടിക്കേണ്ട കാര്യമില്ല, അവന് തകിടിനെ പേടിക്കേണ്ട കാര്യമില്ല, അവന് കോഴിമുട്ടയിൽ എന്തെങ്കിലും വരഞ്ഞത് കണ്ടതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അവൻ സിദ്ധന്മാരെ പേടിക്കേണ്ടതില്ല, അവൻ ആൾദൈവങ്ങളെ പേടിക്കേണ്ടതില്ല. ഇവരെ ആരെയും പേടിക്കാതെ നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കറകളഞ്ഞ ഏകദൈവ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൈശാചികമായ ഉപദ്രവങ്ങളെക്കുറിച്ച് അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തു നിന്ന് വരുന്നതാണ് എന്ന ഒരു ബേജാറും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതില്ല. കാരണം എന്താ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയും ആർക്ക് മാത്രമേ ഉള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അപ്പോൾ ചില ആളുകൾ പറയും, പിശാച്ച് വസുവാസ് മാത്രമല്ലല്ലോ, പിശാച്ചിൻ്റെ എടുക്കുന്നത് ബാധയുണ്ടാകും എന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിലില്ലേ? അപ്പം അങ്ങനെ പിശാച്ച് ബാധിക്കുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവൂലേ, അപ്പം നമ്മളെ നിർഭയത്വം പോകൂലേ എന്ന് പല ആളുകളും പറയാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ വന്നാലാണ് ആളുകൾ വേഗം ഇങ്ങനെ പറയാറുള്ളത്. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേക്ക് വേഗം അത് ജിന്നാണ്, അത് ശൈത്താനാണ്, അത് പിശാച്ചാണ് എന്ന് ചിന്തിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ചിന്തിക്കണമെന്ന് ഇവിടെ ആരും പ്രചരിപ്പിക്കുന്നുമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ആര് മാത്രമാണ്? ഈ ആത്മീയ ചൂഷണത്തിന് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുന്ന സിദ്ധന്മാരും അതുപോലെയുള്ള ആ കള്ളക്കറാമത്തിന്റെ ആളുകളുമാണ്. ആളുകൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും അതാ നിങ്ങൾക്കത് പിശാച് ബാധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കുകയും അങ്ങനെ അവരുടെ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവണത അവരുടെ രീതിയാണ് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അഥവാ തിരിയാനും മറിയാനും കഴിയാത്ത വിധം ജിന്നിനെ പേടിച്ച് നടക്കണമെന്ന് പറയുന്നതൊന്നും ഇസ്ലാമിക വിശ്വാസമല്ല എന്ന് മനസ്സിലാക്കണം. വാതിലടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജിന്ന് പെടുവോ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ ജിന്നുണ്ടാവോ എന്നുള്ളതൊക്കെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വേണം, കാരണം അവിടെ ശൈത്താൻ ഉണ്ടാകും എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെയാണ്. പക്ഷെ ആ പ്രാർത്ഥന ചെല്ലുന്നതോടുകൂടി അതിൻ്റെ ശർറ് നമ്മളിൽ നിന്ന് നീങ്ങിക്കിട്ടും എന്ന് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും നമ്മൾ വെള്ളമൊഴിക്കുന്നിടത്തും എല്ലായിടത്തും ജിന്നും പിശാചും നിറഞ്ഞു നിൽക്കുന്നു എന്ന ഒരു ഭീതി നമുക്ക് വേണ്ടതില്ല. ഇവിടെയൊക്കെ ജിന്ന് വർഗമുണ്ട്, അതിന് ശൈത്താന്മാരുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ അതിനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാൾ നടക്കണം, ജീവിക്കണം എന്നത് ഇസ്ലാമിക പാഠമല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, സിഹർ എന്ന് പറയുന്നത് പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് സാഹിറുകൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. എന്താണ് അതിനെക്കുറിച്ച് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്? അത് മഹാപാപമാണ്, മഹാപാപമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്ന വ്യക്തി ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് എങ്കിൽ വധശിക്ഷ വരെ കിട്ടാവുന്ന വലിയ പാപമാണ് സിഹിർ ചെയ്യുക, ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ കാര്യം അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സിഹിറുമായി ബന്ധപ്പെട്ട ബാധയിൽ, പിശാചുമായി ബന്ധപ്പെട്ട ബാധയിൽ വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2-ാം അധ്യായം 275-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, അല്ലദീന യഅകുലൂന الرിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു അശ്ശൈത്വാനു മിനൽ മസ്. അതെ, പലിശ ഭുജിച്ചയാള് അവൻ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ,
അവൻ മറിയുകയില്ല. ഏതുപോലെ ബാധ നിമിത്തം പിശാച് മറിച്ച് വീഴ്ത്തുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവൻ എഴുന്നേൽക്കുകയില്ല എന്നാണ്. അപ്പൊ ഖുർആനിൽ തന്നെ എന്തു പറയുന്നുണ്ട്? പിശാച്ചിന്റെ ഭാഗത്തു നിന്നുള്ള മസ്സുണ്ടാകും, ബാധയുണ്ടാകുമെന്ന് സൂറത്തു ബഖറയിൽ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. മാത്രവുമല്ല മറ്റൊരു ഭാഗത്ത് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വരെ സാധിക്കും. 2-ാം അധ്യായം 102-ാമത്തെ ആയത്തിൽ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. എന്നാൽ മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ ഭിന്നിപ്പിക്കുന്ന കാര്യം അവർ രണ്ടാളിൽ നിന്നും പഠിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ ഭിന്നിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സിഹ്റാണ്. ആ ആയത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇവിടെ എന്തു മനസ്സിലാക്കണം? അപ്പോൾ പല ആൾക്കാരും പറയും, അപ്പൊ നമുക്ക് ബേജാറാവൂലേ, നമ്മളെ നിർഭയത്വം പോകൂലേ, അപ്പോ അള്ളാഹ്ക്ക് എന്താ ഒരു വിലയില്ലേ, പടച്ചോനി നമ്മളെ കാക്കാൻ കഴിയില്ലേ, നമ്മള് പ്രാർത്ഥനയും ദിക്റുകളും ചൊല്ലിയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ ആകെ പ്രശ്നമാവൂലേ? അപ്പൊ ഈ ആയത്തിലുള്ളതും അതുപോലെ സമാനമായ ഹദീസുകളിലുള്ളതൊക്കെ വിശ്വസിച്ചാൽ നമ്മളെ ഭയമൊക്കെ, നമ്മളെ നിർഭയത്വമൊക്കെ നഷ്ടപ്പെട്ട് ആകെ പേടിച്ച് ശൈത്താനെ പേടിച്ച് നടക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരില്ലേ എന്നാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളത്. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ? ആ ആയത്തിന് തൊട്ടടുത്ത ഭാഗത്തു കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താ തൊട്ടടുത്ത ഭാഗം? ആ ഭാഗത്ത് അല്ലാഹു പറയാ, അള്ളാഹുവിന്റെ അനുമതിയോടെ കാര്യകാരണ ബന്ധങ്ങൾക്കകത്തുനിന്ന് പിശാചുക്കൾ ചെയ്യുന്ന ഒരു വേല മാത്രമാണിത്. ശരിക്കും അടിവരയിട്ട് മനസ്സിലാക്കണം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഥവാ അഭൗതികമായ മാർഗത്തിലൂടെ നമ്മളെ പ്രയാസപ്പെടുത്താൻ ശൈത്താന് കഴിയില്ല, ജിന്നിന് കഴിയില്ല, പിശാചിന് കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഈ ഉണ്ടാകുന്നത് എന്താണ്? അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അതുണ്ടാകുന്നതും അള്ളാന്റെ അനുമതിയോടുകൂടിയാണ്, അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ആയത്തിന്റെ ബാക്കി. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ അതുകൊണ്ടവർ ഉപദ്രവം വരുത്തുകയില്ലതാനും. എഴുതി വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാന്റെ അനുമതി പ്രകാരമല്ലാതെ. ഇവിടെയാണ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. എന്ത്? അപ്പൊ എന്തിനാ പിന്നെ പടച്ചോനിൽ പിന്നെ ഉണ്ടായിട്ട് എന്താ കാര്യം? പടച്ചോന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ശൈത്താന് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ പടച്ചോന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ജിന്നിന് ചെയ്യാൻ പറ്റും. ആര് പറഞ്ഞു അത്? അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ എന്തെങ്കിലും ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഇവർ ചെയ്യുന്നതൊക്കെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ പാമ്പിനെ പേടിച്ചു ഒരാൾ പറഞ്ഞ നിർഭയത്വം ഉയർന്നുണ്ടാവും. മൂർഖം പാമ്പിനെ പേടിയാണ്, എൻ്റെ നിർഭയത്വമൊക്കെ പോയി. പറയാൻ പറ്റുമോ? പാമ്പിന് 2 നിലക്കുള്ള പേടിയുണ്ട്. എന്താ? പാമ്പ് കൊത്തും, അതിന് വിഷമുണ്ട്, എന്ന് വിചാരിച്ച് അതിനെ പേടിക്കുന്നു എന്നുള്ളത് എന്തല്ല, നമ്മൾ ഈമാൻ ചോർന്നു പോകുന്ന പേടിയല്ല, ആണോ? ഒരിക്കലും അല്ല. എന്നാൽ അതേ പാമ്പിനെ തന്നെ ഞാൻ ഇതിനെ പൂജിച്ചിട്ടില്ല എങ്കിൽ, ഇതിനൊരു സർപ്പക്കാവ് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ എനിക്കെന്തോ ഒരു പ്രശ്നം വരും. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഈ പാമ്പിന് എന്നിൽ എന്തോ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലോ, അവിടെയാണ് എന്ത് വരിക? ഭയം നിർഭയത്വം പോവുക. മനസ്സിലാവേണ്ട കാര്യം, അവിടെ നിർഭയത്വം പോവും. അപ്പൊ പാമ്പിനെ തല്ലി കൊന്നാലും പ്രശ്നമാവും, പാമ്പിനെ പൂജിച്ചില്ലെങ്കിലും പ്രശ്നമാവും, ആകെ പ്രശ്നമാവും. അവിടെയാണ് എന്ത് ചെയ്യുക? ഭയം ഉണ്ടാവുക. എന്നാൽ ഇത് വിഷമുള്ള സാധനമാണ്, ഇത് കടിക്കും, അതൊരു ഭയം തന്നെയല്ലേ? അതൊരു ഭയമാണ്. പക്ഷെ ആ ഭയം ഒരിക്കലും എന്തിനെ ബാധിക്കൂല? നമ്മുടെ ഈമാനിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. എലിനെ പേടിക്കാം. എന്താ? ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ എല്ലുണ്ടെന്നുണ്ടെങ്കിൽ അത് അരി തിന്നും, അല്ലേ? അവിടെ മൂത്രമൊഴിക്കും. അങ്ങനെ എലിൻ്റെ മൂത്രത്തിൽ നിന്ന് എന്തുണ്ടാവും? പനി ഉണ്ടാവും, അല്ലേ? പിന്നെ രോഗങ്ങളുണ്ടാവും, അസുഖങ്ങളുണ്ടാവും. ആ നിലയ്ക്ക് എലിനെ പേടിക്കുന്നതിന് എന്താ കുഴപ്പം? അത് വിശ്വാസത്തിനെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ എലിയെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള വിശ്വാസം എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഈ എലി എന്തോ ഒരു ഉപദ്രവം എനിക്ക് ചെയ്യും എന്ന തോന്നലാണ്. ആ തോന്നലുള്ള ആളുകൾക്ക് ഭയമുണ്ടാകും. ആ ഭയമാണ് പ്രശ്നമുള്ള ഭയം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ സാധാരണ നിലയ്ക്ക് എലിനെ പേടിക്കുക എന്നുള്ളത് എന്തല്ല, അതങ്ങനെ നമുക്ക് ഭയമുണ്ടാകുന്ന ഒരു വിഷയമല്ല. പൂച്ച നല്ലൊരു കറുത്ത പൂച്ചയാണെങ്കിൽ ചിലപ്പോൾ കടിക്കുമോ എന്നുള്ള പേടി ഉണ്ടാവും, ദേഹത്തേക്ക് ചാടുമോ എന്നുള്ള പേടി ഉണ്ടാവും, അല്ലേ? അങ്ങനെ പേടിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈമാൻ നഷ്ടപ്പെടുന്നുണ്ടോ?
ഇല്ല, ഒരിക്കലും അവിടെ സംഭവിക്കുന്നില്ല. എന്നാൽ ആ കറുത്ത പൂച്ച എൻ്റെ വണ്ടിയുടെ മുന്നിലൂടെ പാഞ്ഞാൽ എനിക്കെന്തോ അഭൗതികമായ വഴിയിലൂടെ ഈ പൂച്ചക്കെന്തോ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. ആ പേടി നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന പേടിയാണ്. ഇതാണ് സുഹൃത്തുക്കളെ വ്യത്യാസം. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാ പിശാച്ചോ, പിശാച്ച് ഇവരെ പോലെയാണോ? അല്ല. പിശാച്ചിനെ നമുക്ക് കാണാൻ കഴിയില്ല, ജിന്നിനെ നമുക്ക് കാണാൻ കഴിയില്ല. ആ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ലോകത്തുള്ള സൃഷ്ടികളാണ് അവരും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതല്ല. ഇപ്പൊ പറഞ്ഞ് അള്ളാനെ പോലുള്ള ദർജയാണ് ആർക്ക്? ശൈത്താനും അതുപോലെ തന്നെ ജിന്നിനും എന്നൊക്കെ തോന്നുന്ന രീതിയിലാണെന്ത്, അതൊക്കെ അഭൗതിക സൃഷ്ടികളാണ് എന്ന് പറയുന്നത്. അത് പറയുന്നതോടുകൂടി എന്ത് സംഭവിച്ചു? അഭൗതികം അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നത് നമ്മൾ അതിനെ നിഷേധിക്കുന്നതിന് കൂടി നമ്മൾ കാരണമാവുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പിശാച്ചിന്റെ കാര്യത്തിൽ എന്താ ഖുർആൻ പറഞ്ഞത്? പിശാച്ചിന്റെ കാര്യത്തിൽ ഒരു ജാഗ്രതയും വേണ്ടെന്നാണോ പറഞ്ഞ്? എന്താ പറഞ്ഞത്? നിശ്ചയമായും പിശാച്ച് നിങ്ങൾക്ക് ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ നിങ്ങൾ പരിഗണിക്കണം, അവന്റെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, മനുഷ്യന്റെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞിട്ട്. ശത്രുവിനെ സ്നേഹിക്കുകയാണോ ഭയപ്പെടുകയാണോ വേണ്ടത്? ശത്രുവിനെ ജാഗ്രതയോടുകൂടി കാണുകയാണോ വേണ്ടത്? നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ പിശാച്ച് അവന്റെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം ഒരിക്കലും നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മുടെ നിർഭയത്വത്തെ ഇളക്കുന്ന ഒരു വിഷയമല്ല എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. സാഹിറുകൾ കോഴിമുട്ടയിൽ എന്തെങ്കിലും വരയും കുറിയും എഴുതി എന്നതുകൊണ്ടല്ല ആ കോഴിമുട്ടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. ചില ആൾക്കാർ അങ്ങനെയാണ്, കോഴിമുട്ട എന്തെങ്കിലും എഴുതി എവിടെയെങ്കിലും വെച്ചാൽ അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും, പേടിച്ച് നടക്കുകയാണ്, നിർഭയത്തില്ലാതെ പോവുകയാണ്. അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ പിശാചിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സാഹിറുമാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ സിഹിർ ഫലിക്കുമ്പോൾ അതിൽ സംഭവിക്കുന്നത് പിശാചുക്കൾ തമ്മിലുള്ള ഇടപാടാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും തന്നെ പിശാചിനെ ഒരു നിലക്കും നമ്മൾ അതങ്ങനെ പ്രയാസം ഉണ്ടാക്കും, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. ആ ഇടപെടലുകൾ കംപ്ലീറ്റും ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിനെന്താ പരിഹാരം? അതിനുള്ള പരിഹാരമാണെന്ത്? വിശുദ്ധ ഖുർആനിൽ കൃത്യമായി ആയത്തുകൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഒരുപാട് കാര്യങ്ങൾ അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യണം, രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലണം, ദിക്റുകൾ ചൊല്ലണം, ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തൗഹീദിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. എന്നാൽ ഇതിനൊക്കെ അങ്ങോട്ട് നിഷേധിച്ച് നടന്നാൽ ഒക്കത്തിനും സൗകര്യം ചെയ്യുന്നതാണോ? ഉള്ള കാര്യം ഇല്ല എന്നാണ് വിശ്വസിച്ച സമാധാനാവോ? ഇല്ല. നിഷേധിച്ചാലൊന്നും സമാധാനാവൂല. ഉള്ള കാര്യത്തെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രതിവിധി എന്താണെന്നും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സമ്പൂർണ്ണ സമാധാനം ഉണ്ടാവും. അതാണ് നിർഭയത്വം. അതാണെന്ത്? അവർക്കാണ് അമ്നുള്ളത്, അവർക്കാണ് ഹിദായത്തുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ഇതും പറഞ്ഞിട്ട് നിർഭയത്വം നഷ്ടപ്പെടുമെന്നല്ല, ശരിയായ തൗഹീദിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഭയമില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കി രക്ഷപ്പെടുന്ന ആളുകളെയും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. ആ കൺഫ്യൂഷനുകളിൽ ഒരിക്കലും തന്നെ വിശ്വാസികൾ അകപ്പെടാൻ പാടില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശവും നയവും നിലപാടും വളരെ വ്യക്തമാണ്. അത് പോരാടുന്നത് ശിർക്കിനെതിരെയാണ്, ബിദ്അത്തുകൾക്കെതിരെയാണ്, മതനിരാസത്തിനെതിരെയാണ്, ലിബറലിസത്തിനെതിരെയാണ്, ഹദീസ് നിഷേധത്തിനെതിരെയാണ്, പ്രമാണങ്ങളെ പരിഹസിക്കുന്നതിനെതിരെയാണ്, ആത്മീയ ചൂഷണത്തിനെതിരെയാണ്, മന്ത്രവാദത്തിനെതിരെയാണ്, കൂടോത്രത്തിനെതിരെയാണ്, കള്ളക്കറാമത്തുകൾക്കെതിരെയാണ്, ലഹരിക്കെതിരെയാണ്, പലിശക്കെതിരെയാണ്, വ്യഭിചാരത്തിനെതിരെയാണ്, സകലവിധ അഴിഞ്ഞാട്ടങ്ങൾക്കും എതിരെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് ഈ നാട്ടിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സംഘടന പ്രഖ്യാപിക്കുന്നു അതിൻ്റെ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമാണ്. അതിൻ്റെ മാർഗം സലഫുസ് സാലിഹികളുടെ മാർഗമാണ്. അതിനെയാണ് മൻഹജ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ആ മൻഹജ് പ്രമാണമല്ല, പ്രമാണം സ്വീകരിക്കുവാനുള്ള രീതിശാസ്ത്രം മാത്രമാണ്. മൻഹജ് അഞ്ചാമത്തെ മദ്ഹബല്ല, സത്യം മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡമാണ്. മൻഹജ് ഗൾഫ് ഇറക്കുമതിയല്ല, പ്രമാണങ്ങൾ മാറ്റുരച്ചു നോക്കുവാനുള്ള ഒരു ഉരകല്ലാണ്.
അഖലും നഖലും കടന്നു വന്ന് അത് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവിടെ ബുദ്ധിക്കല്ല പ്രാധാന്യം, പ്രമാണത്തിനാണ്, നഖലിനാണ് പ്രാധാന്യമെന്ന് ഈ സംഘടന സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവകാശപ്പെടുന്നു ഈ കൂട്ടായ്മ മാത്രമാണ് ഈ പറഞ്ഞ ഹക്കിൽ നിലനിൽക്കുന്നത്, പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നത്, ഖുർആനിലും സ്വഹീഹായ ഹദീസിലും വന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് അതേപടി അംഗീകരിക്കുന്നത്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നത്, മുജാഹിദ് പണ്ഡിതന്മാർ പ്രാമാണികമായി എഴുതിയ ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ, അവർ നൽകിയ മറുപടികൾ, ഇതിനെയെല്ലാം പ്രാമാണികമായി അംഗീകരിക്കുന്ന ഒരു വിഭാഗം ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. ഇതുവരെ പറഞ്ഞ ഒരാദർശവും മാറ്റി പറയേണ്ട ഒരു ഗതികേട് ഒരു കാലഘട്ടത്തിലും ഈ കൂട്ടായ്മക്ക് വന്നിട്ടില്ല. അത് 2002 മുമ്പ് പറഞ്ഞതും 2002 ശേഷം പറഞ്ഞതും 2012 വരെ പറഞ്ഞതും 2012 മുതൽ ഈ 2025 മുന്നോട്ട് പോകുമ്പോഴും അതിന് പറയാനുള്ളത് തൗഹീദ് മാത്രമാണ്. അതിന് പ്രമാണത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടാണ്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആ ആയത്തിലാണ് ഇവിടെയുള്ള സമസ്ത വിഭാഗങ്ങൾക്ക് തെറ്റിയത്. അവർ അതിൽ നിന്ന് മാത്രത്തെ ഒഴിവാക്കി. അതുപോലെ തന്നെ ആ നഅ്ബുദു എന്ന് പറഞ്ഞ ഇബാദത്തിന് അതിൽ ആരാധന, അടിമത്തം, അനുസരണം എന്ന് മൂന്നർത്ഥവും കൂട്ടിവെച്ച് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിടത്താണ് ജമാഅത്ത് ഇസ്ലാമിക്ക് പിഴവ് പറ്റിയത്. ഇതല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരു കാര്യം. ഇതിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ പെട്ട ചില ആളുകൾക്കും ഈ വിഷയത്തിൽ അബദ്ധം വന്നിരിക്കുകയാണ്. എന്താണ് അബദ്ധം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിൽ നിന്ന് നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ളതിൽ നിന്ന് മനുഷ്യന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട്. നഅൂദുബില്ലാ. ഞങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട കാര്യത്തിൽ നിന്ന് മനുഷ്യന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പുതിയ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ എപ്പോഴാണ് മനുഷ്യന്മാർ തമ്മിൽ മിണ്ടാൻ തുടങ്ങിയത് എന്നറിയോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഒരാളോട് പറയണമെങ്കിൽ ചായ തരുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ, നിങ്ങളെ വണ്ടിമേന്ന് കയറ്റുമോ, നിങ്ങൾ ഒട്ടകപ്പുറത്ത് നിന്ന് കയറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സിർക്കായി. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എപ്പോഴാണ് അവർക്ക് അനുവാദം കിട്ടിയതെന്നറിയോ? വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. സൂറത്ത് മാഇദയിലെ 2-ാമത്തെ ആയത്ത്. എന്താ? നിങ്ങൾ പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം നിങ്ങൾ സഹായിക്കുവീൻ, കുറ്റത്തിലും പാപത്തിലും നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്ന ആയത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതിൽ നിന്നൊരു ഇളവ് കൊടുത്തു. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നുള്ള എന്ത് ചെയ്തു? ഒരു ഇളവ് ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് കൊടുത്തത്. ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? മനുഷ്യനെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ തന്നെ മാത്രം പോയില്ലേ? മാത്രം പോയില്ലേ? മുജാഹിദ് പ്രസ്ഥാനം 1 നൂറ്റാണ്ട് കാലമായി കൊട്ടപ്പുറം മുതൽ പുളിക്കൽ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയ മുഴുവൻ വാദപ്രതിവാദങ്ങളിലും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് ഇവിടെയുള്ള മറ്റ് വിഭാഗങ്ങളോട് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പറയുന്നത് എന്ത്? ആ മാത്രമില്ലാതെ നിന്ന് മനുഷ്യന്മാരെ ഒഴിവാക്കി എന്ന്. ആ മാത്രത്തിൽ തന്നെയാണ് അബദ്ധം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മാഇദയിലെ ആയത്ത് മദനിയാണ്, മദീനത്തിറങ്ങിയ ആയത്താണ്. അപ്പൊ എന്താ മനസ്സിലായി? മറ്റേത് മക്കത്തിറങ്ങിയതാണ്. ഏത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ അനുവാദം കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും എഴുതി വെച്ചോ. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും അത്രയും കാലം ശിർക്ക് ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം? ശിർക്കാരോപണം ഇപ്പൊ ആരെ നെഞ്ഞത്തുക പോണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എവിടേക്കത് പോണത്? ഇത് വിവേകമുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് 4 പണ്ഡിതന്മാർ കൂടി ഇരുന്നാൽ മനസ്സിലാക്കാവുന്ന വിഷയമുള്ളൂ. എന്താ മനസ്സിലാക്കാൻ കഴിയാത്തത്? എത്ര കാലമായി ഇത് തെറ്റി എന്ന് നമ്മൾ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട്? എന്താ ഇത് തിരുത്താൻ കഴിയാത്തത്? ഇത് ഗൗരവപൂർവ്വം അവർ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ തിരുത്താൻ ആളുകൾ വരും, ഈമാനുള്ളവർ വരും, തൗഹീദിനോട് ഇഷ്ടമുള്ളവർ വരും, ശിർക്കിനെതിരിൽ പടവെട്ടുന്നവർ വരും, വരാതിരിക്കുകയില്ല. തർക്കിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്
ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അല്ല അതിനു മുമ്പുള്ള സ്വഹാബത്ത് എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയത് അതുപോലെ ഇന്നും മനസ്സിലാക്കി ആ കറകളഞ്ഞ തൗഹീദുമായി മുന്നോട്ട് പോകുന്ന കൂട്ടായ്മയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ആദർശത്തെ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള സുപ്രധാനമായ കാര്യം. നമുക്കറിയാം, വളർന്നുകൊണ്ടും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൂട്ടായ്മ. ഒരുപാട് പള്ളികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കക്കാട് ഒരു വലിയ പ്രൊജക്റ്റ്, നമ്മുടെ ജില്ലയിലെ ഒരു അഭിമാനമായ പ്രൊജക്റ്റാണ് ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാകണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ തൗഹീദിൻ്റെ മാർഗത്തിൽ നമുക്ക് മരണം വരെ ഈ തൗഹീദിൻ്റെ പടയാളികളായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു മണ്ഡലം സമ്മേളനം അതിനുള്ള ഊർജവും ആവേശവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ പ്രയാസങ്ങൾ വന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ച് ഇത്രയും നാളുകളായിട്ട് ഇതുവരെയും സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്. അവർക്കൊക്കെ അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.